നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർഷേ, അമ്മ പറയുന്നത് നീ കേട്ടില്ലേ? ഒരാളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നിൽക്കുന്ന ഒരു ഏർപ്പാടും വിക്രമിന് ഇഷ്ടമല്ല. അല്ലേ വിക്രം? അയ്യോ, ആ, എന്റെ തലയിപ്പോ പൊട്ടുവേ. വിവാഹത്തിന് മുൻപ് വിക്രം പറഞ്ഞതും ഇതാ. അതുകൊണ്ട് ഇനി എക്സാം എഴുതാതിരുന്ന ഞങ്ങളെക്കാളും വിഷമം വിക്രമിനായിരിക്കും. അല്ലേ വിക്രം? വർഷേ, ഇവിടെ ഞങ്ങളുണ്ട്. ഷടാ, ഇതെന്തീ പെണ്ണിന് പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? ഒന്ന് പറഞ്ഞു കൊടുക്ക് വിക്രം. അമ്മയും ചേച്ചിയൊക്കെ എന്നോടുള്ളപ്പോ ഒന്നും പേടിക്കാനില്ല. പെട്ടെന്ന് പോയി എക്സാം എഴുതാൻ നോക്ക്. കണ്ടോ, ഞാനിപ്പോ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? നീ പോ നോക്ക്. ഏട്ടാ, അമ്മേ, ശരി ചേച്ചി, പോവാണേ. മോന്റെ ഈ തീരുമാനം എന്തുകൊണ്ട് നന്നായി. ഇപ്പൊ വേദന കുറവുണ്ടോ മോനെ? ഇപ്പോഴാ എനിക്ക് ശരിക്കും വേദന വന്നത്. ഇപ്പൊ നല്ല ഭേദമുണ്ട്. അമ്മയും ചേച്ചിയൊക്കെ എന്തിനാ വന്ന് ബുദ്ധിമുട്ടിയേ? ബുദ്ധിയില്ലാതെ ഓരോന്ന് പ്രവർത്തിച്ച പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാതിരിക്കാൻ പറ്റുമോ? അല്ല, താങ്ങാനാവാത്ത വേദന മൂലം വിക്രമിന്റെ ബുദ്ധി മരവിച്ചു പോയെന്നാ വർഷ ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാ ഞങ്ങൾ വന്നത്. ഈ മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം. ഇങ്ങതാ മോളെ, ഞാൻ പോയി വാങ്ങിട്ട് വരാം. പോയിട്ട് വരാം മോനെ. ചെന്നിക്കുത്തെന്നാണ് ഈ തലവേദനയ്ക്ക് പണ്ടുള്ള ആൾക്കാർ വിളിച്ചിരുന്ന പേര്. ഒരു ചെന്നിക്ക് കുത്തു വന്ന മറു ചെന്നിക്കിട്ട് ശക്തിയായി മർദ്ദിക്കുന്നതാണ് പരിഹാരമെന്ന് എന്റെ അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ജയിക്കാൻ എന്റെ അനുജത്തിയെ നിങ്ങൾ ആയുധമാക്കുന്നു. അവളുടെ ജീവിതവും ഭാവിയും വെച്ചുള്ള വിക്രമിന്റെ എല്ലാ കളികളും ഞാൻ പൊളിച്ചടുക്കിയിരിക്കും. ഈ പോരാട്ടം നിന്റെ സർവനാശത്തിനാണെന്ന് മറക്കരുത്. അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് നിനക്ക് വളരെ പ്രിയപ്പെട്ടവരും ആയിരിക്കും. അല്ല, ദിയമോള് സുഖമായിട്ടിരിക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.